രന രന രനു. ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും കഷ്ടപ്പെട്ട് ചെയ്യേണ്ടി വന്ന ഒത്തിരി അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലേ? ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം, ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കേണ്ടി വന്നിട്ടുണ്ടാകാം, ഇഷ്ടമില്ലാത്തവരുടെ കൂടെ സമയം ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ഇതുപോലെ തന്നെ ഇഷ്ടമുള്ള പല കാര്യങ്ങളും മറ്റുള്ളവരെ പ്രതിയോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ മാറ്റിവെച്ചിട്ടുണ്ടാകാം. സത്യത്തിൽ ഇതൊക്കെ നാം നമ്മോട് തന്നെ ചെയ്തിട്ടുള്ള തെറ്റുകളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ എല്ലാവരും മനുഷ്യരാണ്. പരസ്പരം സഹകരിച്ചാലേ നമുക്കിവിടെ ജീവിക്കാൻ കഴിയൂ. എന്നാൽ അതല്ലാതെ നമ്മൾ നമ്മളെ തന്നെ മറന്നുകൊണ്ട് മറ്റാർക്കോ വേണ്ടി ചെയ്തു കൂട്ടുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. നമ്മുടെ സമയത്തിനോ നമ്മുടെ ആരോഗ്യത്തിനോ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ ഒരു വിലയും നൽകാതെ മറ്റാർക്കോ വേണ്ടി നമ്മുടെ കടമയാണെന്ന് തെറ്റിദ്ധരിച്ചു ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഞാൻ പറയാൻ വന്ന കാര്യം പറയാം. നമ്മുടെ ജീവിതം ആർക്കും കയറി വരാൻ പറ്റുന്ന അല്ലെങ്കിൽ ആർക്കും എന്തും ചെയ്യാൻ പറ്റുന്ന ഒന്നാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അവനവനു വേണ്ടി ജീവിക്കാതെ നാം മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല. ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന, മനസ്സും മാനസികാരോഗ്യവും സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന, ആത്മവിശ്വാസം നേടാൻ കഷ്ടപ്പെടുന്ന, ഇല്ല എന്ന വാക്കു പറഞ്ഞാൽ കുറ്റബോധം തോന്നുന്ന, അതിരുകൾ എങ്ങനെ നിശ്ചയിക്കാമെന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇഷ്ടമില്ലാത്ത കാര്യത്തോട് നോ പറയുന്നത് ഒരു തെറ്റല്ല. നമുക്ക് വേണ്ട സമാധാനവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാനും നിലനിർത്താനും ഇഷ്ടമില്ലാത്ത ഇടപെടലുകളോട് വേണ്ട എന്ന് പറയുന്നത് അനിവാര്യമാണ്. ജീവിതത്തിന് അനുയോജ്യമായ അതിരുകൾ നിർവചിക്കുന്നതും അവ സംരക്ഷിക്കുന്നതും നാം പരിശീലിക്കണം. മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതോടൊപ്പം സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കാനും നമ്മുടെ മനസ്സിന്റെ സമാധാനവും സന്തോഷവും തിരിച്ചറിയാനും അവ നമ്മെ സഹായിക്കും. നോ എന്ന് പറയാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. അത് പറയുമ്പോൾ കുറ്റബോധവും മറ്റുള്ളവർ നിരാശപ്പെടുമോ എന്ന ഭയവും അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇല്ലാതാകുമോ എന്ന ആശങ്കയുമൊക്കെ ഇത്തരക്കാർ അനുഭവിക്കുന്നു. പക്ഷേ നോ പറയുന്നത് നമ്മുടെ തന്നെ സംരക്ഷണത്തിനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും വളരെ പ്രധാനമാണ്. നമ്മുടെ സമയവും ഊർജവും അനാവശ്യമായി മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് ഈ ഒറ്റ വാക്കുകൊണ്ട് നമുക്ക് തടയാൻ കഴിയും. നോ പറയാൻ എങ്ങനെ പരിശീലിക്കാം എന്ന് പറയാം. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് നോ പറഞ്ഞു തുടങ്ങാം. വലിയ കാര്യങ്ങളിൽ നേരിട്ട് നോ പറയാൻ പ്രയാസമായിരിക്കും. ഉദാഹരണത്തിന്, ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇപ്പോൾ സമയമില്ല, പിന്നീട് നോക്കാം, അല്ലെങ്കിൽ ഇല്ല, നന്ദി എന്നിങ്ങനെയുള്ള ചെറിയ ചെറിയ നോകളിൽ നിന്ന് തുടങ്ങാം. രണ്ടാമത്തെ രീതി, ലളിതവും വ്യക്തവുമായ നോകളിലൂടെ മറുപടി നൽകാം. ഇതിൽ വളരെ കൂടുതലായി ഒന്നും വിശദീകരിക്കേണ്ടതില്ല. സോറി, എനിക്കതിന് കഴിയില്ല, ഇപ്പോൾ എനിക്കത് സാധ്യമല്ല എന്നിങ്ങനെ. മൂന്നാമത്തെ രീതി മാറ്റിവെച്ചുകൊണ്ട് പറയുന്നതാണ്. ഇപ്പോൾ ഇതെന്തായാലും പറ്റില്ല എന്നർത്ഥത്തിൽ നമുക്ക് നമ്മുടെ വിയോജിപ്പ് അറിയിക്കാം. ഇതിനോടൊപ്പം നോ പറയുന്ന രീതിയും ശരീരഭാഷയും ശബ്ദവും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അരുത്, വേണ്ട, ഇല്ല എന്നിവ പറയുമ്പോൾ ആത്മവിശ്വാസത്തോടെ സൗമ്യമായ ഭാഷയിൽ പറയുക. മന്ദഗതിയിലോ കുറ്റബോധത്തോടെയോ പറഞ്ഞാൽ
മറ്റുള്ളവർ അത് ഗൗരവമുള്ളതായി കാണില്ല. ഞാൻ നോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോ എന്നു തന്നെയാണെന്ന് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടണം. നമ്മുടെ ശബ്ദവും ശരീരചലനവും അതിനുതകുന്നതാകണം. എല്ലാത്തിനും അതിൻ്റെതായ പരിധി നിർണയിക്കണം. എന്തിനൊക്കെ അതെ എന്ന് പറയണം, എന്തിനൊക്കെ നോ എന്ന് പറയണം എന്ന് മുൻകൂട്ടി തീരുമാനിച്ചാൽ നോ പറയുന്നത് എളുപ്പമാകും. നമുക്ക് ഏറ്റവും പരിചയമുള്ള ആളുകളോടോ സ്വന്തമായി കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ടോ നോ പറഞ്ഞ് പരിശീലിക്കാം. ശ്രദ്ധിക്കുക, പറയുമ്പോഴൊക്കെ കുറ്റബോധം ഒഴിവാക്കുക. നോ പറയുമ്പോൾ നാം മോശക്കാരാവുകയല്ല, മറിച്ച് ആത്മാഭിമാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓർക്കുക, സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവർക്കുള്ള അതിരുകളും പരിധികളും നിശ്ചയിച്ച് ജീവിക്കുന്നവരെ ഈ പ്രപഞ്ചത്തിന് ഒരുപാട് ഇഷ്ടമാണ്.